ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ഓല കൊണ്ടൊരു പുൽച്ചാടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ദേ ഇങ്ങനെ ഒരു ഓലക്കാലെടുത്തിട്ട് ഇവിടുന്ന് താഴ്ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ദേ ഈ ഒരു അളവിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈർക്കിൽ നിന്ന് വിടിവിച്ച് കൊടുക്കുക. അത് കട്ട് ചെയ്ത് കളയരുത്, ഇങ്ങനെ വിടിവിച്ച് ഈർക്കിൽ നിന്ന് വിടിവിച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ ആ ഈർക്കലൊന്ന് ക്ലീൻ ആക്കുക. ക്ലീൻ ആക്കിയതിന് ശേഷം ഈർക്കൽ ഒടിയാതെ ഇങ്ങനെ പതിയെ വളച്ചു കൊടുക്കണം. വളച്ച് ഉള്ളിലൂടെ എടുക്കണം. ഓലയുടെ ഉള്ളിലൂടെ ഇതിൻ്റെ ഇടയിൽ കൂടി ഉള്ളിലൂടെ ഇങ്ങോട്ട് എടുത്തിട്ട് ഒടിഞ്ഞു പോകരുത്. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇങ്ങനെ ഉള്ളിലേക്ക് വളച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് വളച്ചിട്ട് എനിക്കത് ബാലൻസ് കിട്ടുന്നില്ലതാ. ഉള്ളിലൂടെ ഇങ്ങനെ വളച്ചിട്ട് ഈർക്കലിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ടൈറ്റ് ആക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ വശവും ഇങ്ങനെ വളച്ച് ഈർക്കൽ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ ടൈറ്റായി പിടിക്കുക. വീണ്ടും അതുപോലെ തന്നെ ഒരു വിരൽ വെച്ച് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വളച്ച് വീണ്ടും അതുപോലെ തന്നെ വലിച്ചിങ്ങനെ എടുത്ത് അതിങ്ങനെ ടൈറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പുറത്ത് അതുപോലെ തന്നെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വളച്ച് ഈർക്കിൽ അതിലേക്ക് കൂടെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. വീണ്ടും അതേപോലെ ഇപ്പുറവശത്തും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വളച്ച് വലിച്ച് ടൈറ്റ് ആക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ വശവും കൂടി അങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ എടുക്കുക. എടുത്തിട്ട് ഇപ്പം എത്ര എണ്ണമായി? 2 എണ്ണമായിട്ടുള്ളൂ. ഇനി ഒരെണ്ണവും കൂടി ആക്കിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ വളച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വളച്ച് ടൈറ്റാക്കുക. അതുപോലെ അപ്പുറവും കൂടി ഇങ്ങനെ പിടിച്ച് ടൈറ്റാക്കി എടുക്കുക. ഇങ്ങനെ ടൈറ്റാക്കി എടുത്തിട്ട് ഇതിപ്പം 3 എണ്ണം ആയല്ലോ. 3 എണ്ണമായി. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചിറകില്ലേ, നമുക്ക് ഇതിന് ചിറക് എഴുതി കാണുന്ന പോലെ ചിറക്. അതിനായിട്ട് ഇങ്ങനെ ഒരു ഓല എടുത്ത് 2ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ പുൽച്ചാടിയുടെയൊക്കെ ചിറക് ഇങ്ങനെ കൂർത്തല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ വെക്കണം. മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പഴയതുപോലെ തന്നെ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ഇങ്ങനെ വിരലുകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ച് അത് വളച്ച് ഈർക്കിൽ അതിൻ്റെ ഉള്ളിലാക്കി ഇങ്ങനെ വലിച്ചെടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തും അതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ ടൈറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ അത് ഊരിപ്പോവും. വീണ്ടും ഒരു തവണയും കൂടി ഇങ്ങനെ വലിച്ചെടുക്കുക. വീണ്ടും
ഒരു തവണ കൂടി ഇങ്ങനെ വെച്ച് വലിച്ചു പിടിക്കുക. വളഞ്ഞിരിക്കുന്നതൊക്കെ ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് അതിങ്ങനെ വളയുമ്പോൾ അത് വിരൽ വെച്ച് തന്നെ ഇങ്ങനെ ഇതാക്കിയാൽ മതി, ലെവലാക്കിയാൽ മതി. എന്നിട്ടത് ഇങ്ങനെ വലിച്ചു പിടിക്കുക. അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്, കണ്ണിന് വേണ്ടി ബാലൻസ് വരുന്ന ഈ അറ്റം ഉണ്ടല്ലോ, അത് ഈ ഇറുക്കലിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ കയറ്റണം. അതുപോലെ തന്നെ അപ്പുറത്തും അതുപോലെ ഇങ്ങനെ കയറ്റി ഇറുക്കലിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ കയറ്റിയിട്ട് എന്ത് ചെയ്യണം, അതൊരു ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഒന്നൊരു ലെവലിന് കത്രിക കൊണ്ട് വെട്ടണം. ലെവലിന് അതിൻ്റെ കൊമ്പ് പോലെ ഒരു ഇതുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഒരു ഇതിൽ നൈസായിട്ടൊന്ന് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കണം. വെട്ടിക്കൊടുത്തിട്ട് എന്നിട്ട് ഇതും കൂടി അല്പം ഇങ്ങനൊരു ഷേപ്പിൽ വെട്ടിയിട്ട് ഈ ഇറുക്കിൽ സെൻറ്ററിലെ ഈ ഇറുക്കിലുണ്ടല്ലോ, ഈ ഇറുക്കിലും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഒരു ചിറക് പോലെ ഇങ്ങനെ വിടർന്നിരിക്കാൻ വേണ്ടി. നമുക്കതിന് എന്ത് ചെയ്യണം, കാലുകൾ വെച്ച് കൊടുക്കണം. കാലുകൾ വെട്ടുന്നത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വെട്ടി അങ്ങോട്ട് മാറിയിരിക്കട്ടല്ലേ. എന്നിട്ട് ഇങ്ങനെ ഷേപ്പിൽ വെട്ടി 6 കാലുകൾ വേണം. അങ്ങനെ 6 കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 6 കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് എന്ത് ചെയ്യണം, ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് എന്തെങ്കിലും പശ, ഫെവിക്വിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അല്ലാതെ അത് ഇരിക്കത്തില്ല, ഇളകി ഇങ്ങോട്ട് പോകും. എന്നിട്ട് 2 വശത്തും അതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഓലയുടെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, കണ്ണിൻ്റെയൊക്കെ ഭാഗം, അതിൻ്റെ ആദ്യത്തെ ആ സൈഡിൽ ഇങ്ങനെ കയറ്റി അതും ഇങ്ങനെ ഒട്ടിച്ച് ഫെവിക്വിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കിലത്തെ കാലെന്ന് വെച്ചാൽ ആ ചിറകിലേക്ക് ഇച്ചിരി കീറിയിട്ട് അതിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. അത് ഇനി 4ാമതായിട്ടുള്ള ഭാഗത്ത് അടുത്ത കാല് വെച്ച് കൊടുക്കണം. അതിങ്ങനെ ഇറക്കിലെടുത്തിട്ട് ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ കയറ്റി ഇതാണ് പച്ചക്കുതിര. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഇറുക്കലിൻ്റെ സെൻറ്ററിൽ ഇച്ചിരി പശ എന്തെങ്കിലും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടിരിക്കും. എങ്ങനെയുണ്ട് പച്ചക്കുതിര? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.